Hi guys, welcome back to our class. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാനും അതുപോലെ തന്നെ വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എസ്എ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് നോക്കിയിട്ട് ടോപ്പിക്സിലേക്ക് കടക്കാം. ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് പോകാം. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കിരൺ സാറിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6 ക്രെഡിറ്റ്സിൻ്റെ പേപ്പർ ഉണ്ട്, 4 ക്രെഡിറ്റ്സിൻ്റെ ഉണ്ട്, 2 ക്രെഡിറ്റ്സിൻ്റെ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് പേപ്പറാണ്. അതായത് 45 മാർക്കിൻ്റെ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 2 മണിക്കൂറാണ് എഴുതാനുള്ള സമയം, ലൈക്ക് എക്സാം ടൈം ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ 45 മാർക്കിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക? മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പർ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെക്ഷൻ എ, ബി, സി ആൻഡ് ഡി. സെക്ഷൻ എ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, 1 മാർക്കിൻ്റെ. ഓക്കെ, സെക്ഷൻ ബി എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ സെക്ഷനാണ്. സെക്ഷൻ സി ഷോർട്ട് ആൻസേഴ്സ് ആണ്, 5 മാർക്കിൻ്റെ. അതുപോലെ തന്നെ ഫൈനലി എസ്സേസ് ഉണ്ട്, 10 മാർക്കിൻ്റെ. ഇനി എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, എത്ര എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. സെക്ഷൻ എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അതിൽ നമ്മൾ 5 എണ്ണം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. സോ 5 ഇൻറ്റു 1 മാർക്ക് 5 മാർക്കിനുള്ള സെക്ഷൻ. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ബിയിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ്, 1-2 ലൈനിൽ തീർക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും 8 എണ്ണമാണ് വരിക നിങ്ങൾക്ക് ചോയ്സ്. അതിൽ 5 എണ്ണം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 2 മാർക്ക് 10 മാർക്കുള്ള സെക്ഷൻ. ഓക്കെ, ദെൻ വി ഹാവ് സെക്ഷൻ സി. സെക്ഷൻ സിയിൽ 5 മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ 4 എണ്ണം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. സോ 4 ഇൻറ്റു 5 20 മാർക്കിൻ്റെ സെക്ഷൻ. ഫൈനലി എസ്എ ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിൻ്റെ സെക്ഷനാണ് ഉണ്ടാവുക. 2 എസ്സേസ് ആണ്, 2 എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ 1 എണ്ണം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മൊത്തം 45 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അത്രയുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി നമുക്കിനി നമ്മളുടെ ടെക്സ്റ്റിലെ ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് 4 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 4 ബ്ലോക്സ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ ബാരിയേഴ്സ് എന്തൊക്കെ തടസ്സങ്ങളാണെന്ന് നോക്കിയിരുന്നു. ഈ 4 സ്കിൽസ് റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്, ഇതെല്ലാം എന്തൊക്കെയാണെന്നുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അതിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ലാംഗ്വേജ്, ഇംഗ്ലീഷിൻ്റെ ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളതും നമ്മൾ നോക്കുന്ന 4 ചാപ്റ്റേഴ്സാണ് അതിലുണ്ടായിരുന്നത്. അതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ബ്ലോക്ക്. സെക്കൻഡിൽ നമ്മൾ റിസെപ്റ്റീവ് അല്ലെങ്കിൽ പാസീവ് സ്കിൽസ്, ഈ 4 സ്കില്ലുകൾ നമ്മൾ പിന്നെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് റിസെപ്റ്റീവ് ഓർ പാസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്ന സ്കിൽസ് അല്ലേ. അപ്പം ഇങ്ങോട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഗ്രഹിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്കില്ലുകൾ ഏതൊക്കെയാണ്? റീഡിങ് ആൻഡ് ലിസ്ണിംഗ് ആണ്. സോ അതിന് വളരെ വോട്ട് യു സേ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. ലിസ്ണിങ്ങിനെ കുറിച്ച് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, റീഡിങ്ങിനെ കുറിച്ച് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, റൈറ്റ്. അതിനുശേഷം നമുക്ക് 3ാമത്തെ പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ്? സ്പീക്കിംഗ് ആൻഡ് ഓൾസോ റൈറ്റിംഗ് ആണ് വരുന്നത്. 2 ചാപ്റ്റേഴ്സ് സ്പീക്കിങ്ങിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, 2 ചാപ്റ്റേഴ്സ് റൈറ്റിങ്ങിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെയുള്ള ഒരു ഫൈനൽ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. അതായത് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ലാംഗ്വേജ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിത്ത് ഓൾ ദ ടെക്നോളജി, വിത്ത് ഓൾ ദ സോഷ്യൽ മീഡിയ, വിത്ത് ഓൾ ദ വെബ്സൈറ്റ്സ് ആൻഡ് വിത്ത് ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ഗോയിങ് ഓൺ, വിത്ത് ഓൾ ദ ടെക്നോളജി, എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ആദ്യം തൊട്ടുള്ള പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജും ടെക്നോളജിയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, സൈബർ ക്രൈംസ് എന്തൊക്കെയാണ്, സൈബർ ലോസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടായിരുന്നു ബേസിക്കലി യൂണിറ്റ് 3 ബ്ലോക്ക് 4 പിന്നെ യൂണിറ്റ് 4 ബെസ്റ്റ് പ്രാക്ടീസസ്, നമ്മൾ എങ്ങനെയാണ് മാനേഴ്സ്, മര്യാദ, സോഷ്യൽ മീഡിയയിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അതാണ് ബ്ലോക്ക് 4. സോ ഈ 4 ബ്ലോക്കുകളിലും വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് മോസ്റ്റ് പ്രോബബ്ലി ബ്ലോക്ക് 1 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ നിന്നുമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ നോക്കിയിരുന്നു. പക്ഷെ അത് നമ്മുടെ പാറ്റേൺ ഇപ്പം നമുക്ക് വരാൻ പോകുന്ന പാറ്റേണിലല്ല, മുന്നത്തെ പാറ്റേൺ ആണ്. 80 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ അതിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ നിന്നും അതുപോലെ തന്നെ
നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിൽ നിന്നുമാണ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസിൽ റീഡിങ് സ്കിൽസ് എങ്ങനെയാണ് റീഡ് ചെയ്യുക, റെഡി ടു റീഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള എസ് എ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്ങിൽ സ്റ്റെപ്സ് ടു റൈറ്റിംഗ് എന്നുള്ളൊരു എസ് എ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈബർ ക്രൈംസിനെ കുറിച്ച് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ലോസ് അല്ലെങ്കിൽ സൈബർ ക്രൈംസ്, അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹസാർഡ്സ് ഓഫ് ടെക്നോളജി, ഇതെല്ലാം എസ് എ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു 3 ടോപ്പിക്സ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ. ഹൗ ടു റീഡിങ് സ്കിൽസ് നോക്കുക, റൈറ്റിംഗ് സ്കിൽസ് എന്തായാലും നോക്കിയേക്കുക, ആൻഡ് ഓൾസോ സൈബർ ലോസ് ആൻഡ് സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാർക്കിന് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ചിലപ്പോൾ എസ് എ ആയിട്ട് വരില്ലായിരിക്കാം, ബട്ട് ഇല്ലെങ്കിലും 5 മാർക്കിനും അതുപോലെ തന്നെ 2 മാർക്കിനും കൂടുതൽ വരാൻ പോകുന്നത് മോസ്റ്റ് പ്രോബബ്ലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിൽ നിന്നായിരിക്കും. എസ്പെഷ്യലി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈവൻ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചിട്ട് ഒരു എസ് എ ആയിട്ട് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു ബ്രീഫ് ഐഡിയ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രോബബ്ലി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഒന്നില്ലെങ്കിൽ 1 വേർഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏതാണെങ്കിലും നിങ്ങൾ എന്തായാലും നമ്മളുടെ ഓരോ ചാപ്റ്ററിന് അവസാനം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റീഡ് ചെയ്തിരുന്ന ഓർമ്മയുണ്ടോ, അതെല്ലാം നന്നായി വായിച്ചു പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോന്നിൻ്റെ ഫുൾ ഫോം അതൊക്കെയാണ് ചോദിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരിക. അപ്പോൾ അങ്ങനത്തെ ആ ഷോർട്ട് ടൈപ്പ് എല്ലാം നന്നായി നോക്കിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ബ്ലോക്ക് 1 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, വെർബൽ ആൻഡ് നോൺ വെർബൽ. അതെന്തായാലും നോക്കി വയ്ക്കുക. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കി വയ്ക്കുക. ഇനി ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻട്രാപേഴ്സണൽ, ഇൻ്റർപേഴ്സണൽ, എക്സ്ട്രാ പേഴ്സണൽ, മാസ് കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്ന് നോക്കി വെച്ചേക്കുക. അതിവിടെ ഉണ്ട്, നമ്മുടെ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. സോറി, അത് ജെസ്റ്റേഴ്സ് ആണ്. ഇതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്യൂ ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വുഡ് യു കോൾ ഇറ്റ്, ഈ ഡയഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് പോയിൻറ്റ് ബൈ പോയിൻറ്റ്. അതെല്ലാം നോക്കിയേക്കാം. ഇനി കുറച്ച് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു പോർഷൻ, പക്ഷെ എന്നാലും വായിച്ചേക്കുക, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാം. ആൻഡ് ദെൻ വി ഹാവ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി പോസ്ചർ, ടോൺ ഓഫ് വോയിസ് എല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ ഇതിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഈതർ 5 മാർക്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എസ് എ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈവൻ 2 മാർക്കിൻ്റെ ഈ ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരിക്കലും മിസ്സാക്കി കളയരുത്. ഓക്കെ, ദെൻ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ സവിശേഷതകൾ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു വെച്ചിരിക്കുക. ക്രിയേറ്റീവ് ആണ്, ആർബിട്രറി ആണെന്ന് വെച്ചാൽ റാൻഡം ആണ്, അതുപോലെ തന്നെ റിഫ്ലെക്സീവ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ദിസ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ദാറ്റ് അലൗസ് ടു ഇവോക്ക് ഇവൻറ്റ്സ് ആൻഡ് ഓബ്ജക്ട്സ് ദാറ്റ് ആർ റിമൂവ്ഡ് ഇൻ ടൈം ഓർ സ്പേസ്. അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളൊരു ലാംഗ്വേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ പ്രസൻറ്റിൽ തന്നെ നമ്മൾ ആ ഒരു ഭാഷ നമ്മൾ പല ടൈം ലൈനിലേക്ക് കൊണ്ടുപോകും അല്ലേ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ക്രിയേറ്റീവ് ആണെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് റാൻഡം ആണെന്ന് പറയുന്നത്. സോ അത് നോക്കി വെച്ചേക്കാം. അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല, ബട്ട് 5 മാർക്കിൻ്റെ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ പല തിയറികൾ നോക്കിയേക്കുക. ഓണോമോട്ടോപ്പിക് വേർഡ്സ് ഉണ്ട്, ഡിങ് ഡോങ് തിയറി, ബാവാവ് തിയറി, യോഹിഹോ തിയറി, പൂപ്പു തിയറി, ഇതെല്ലാം നോക്കി വെച്ചേക്കുക. ജെസ്റ്റർ തിയറി. അപ്പം ചിലപ്പം ഇങ്ങനെ വരാം, ഈ ഒരു തിയറി എങ്ങനെയാണ്, പാവാവ് തിയറിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഇത് എന്ത് തിയറിയാണെന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഡിങ് ഡോങ് തിയറിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ബെല്ലിൻ്റെ ശബ്ദത്തിൽ ലാംഗ്വേജ് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന തിയറി ഏതാണ്, ഡിങ് ഡോങ് തിയറിയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. 1 വേർഡ്സ് ആയിരിക്കാം വരിക. അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് തിയറി ലാംഗ്വേജിൻ്റെ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയറി എന്താണ് എന്ന് ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 5 മാർക്സോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, സോ അതേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും വായിച്ച് പഠിച്ചിട്ട് പോയിരിക്കുക. അതിൽ നിന്ന് എന്തായാലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരുപാട് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ബാരിയേഴ്സ് ആണുള്ളത്? ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കി വെച്ചിരിക്കുക. സൈക്കോളജിക്കൽ, ഫിസിക്കൽ, കൾച്ചറൽ, ഫിസിയോളജിക്കൽ, ഇമോഷണൽ, സെമാൻറ്റിക്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനോ എസ്സേ ആയിട്ടോ വന്നേക്കാം. ഒരിക്കലും വിട്ടുപോകരുത്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോഴാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ് ഡൗൺവേർഡ് വരിക, ഹൊറിസോണ്ടൽ, ഡയാഗണൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ്, ഞാൻ മെൻഷൻ ചെയ്തല്ലോ. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും വിടരുത്. ഓക്കെ, സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയാഗണൽ, അപ്വേർഡ്, ഡൗൺവേർഡ്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അത് നമുക്ക് ആക്ച്വലി സ്വയം വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ എഴുതി വയ്ക്കുക. അതെന്താണ്? നമ്മൾ ഫ്രണ്ട്സായിട്ട് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കൂടെയുള്ള സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ബട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് വായിച്ചു നോക്കി എന്തൊക്കെ എറ്റിക്കറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് എങ്ങനെ സോറി പറയണം, എങ്ങനെ ഒരാളെ ലിസണിങ് ചെയ്യണം, അതെല്ലാം ഇവിടെ നല്ല പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് റെഡി ആയിരിക്കുക. ഓക്കെ, ആൻഡ് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്തായാലും ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അത് മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ബാരിയേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക. എല്ലാം മറക്കാതെ ഓരോ പോയിൻ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതായത് ഇപ്പം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്താണെന്ന് പഠിക്കുക, ഇമോഷണൽ ബാരിയേഴ്സ് അതെന്താണെന്ന് പഠിക്കുക, എക്സാമ്പിൾ. കൾച്ചറൽ ബാരിയേഴ്സ് എന്താണ്, എക്സാമ്പിൾ. ഫിസിക്കൽ ബാരിയേഴ്സ് എന്താണ്, എക്സാമ്പിൾ. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 5 മാർക്കിനോ 10 മാർക്കിനോ വരാനുള്ള നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ 5 മാർക്കിന് വരാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ. ഓൾറൈറ്റ്, കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് ജസ്റ്റ് ഈ പോയിൻറ്റ്സ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാകും. ഇൻ കേസ് ഒരു 5 മാർക്കിന് അത് വരാൻ ഒട്ടും സാധ്യതയില്ല. ബട്ട് ഇൻ കേസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. പ്രിറ്റി സിമ്പിൾ. ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കി വെച്ചിരിക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും വായിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ ബാരിയേഴ്സ്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്തൊക്കെയാണ് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്, സെയിം സംഭവങ്ങളാണ്. അത് നോക്കി വെച്ചേക്കുക. ഇത് നോക്കിയിട്ട് അതിനുള്ള ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഈസി ഫോർ യു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. സോ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ലിസണിങ്, എന്താണ് വാട്ട് ഈസ് ഇറ്റ് സ്പീക്കിംഗ്. ഇതിൽ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻസ്ട്രക്റ്റീവ് എന്നുള്ളൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചേക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഇൻഫോർമേറ്റീവ് സ്പീക്കിംഗ്, വാട്ട് ഈസ് ഇൻസ്ട്രക്റ്റീവ് സ്പീക്കിംഗ് എന്നുള്ളത് ചോദ്യം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം വി ഹാവ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഓഫീസ് കോൺവെർസേഷൻസ്. ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ. അതായത് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമല്ലോ. അതുപോലെ തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. ഇതൊന്നും ഇൻഫോർമൽ ആൻഡ് ഫോർമലിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് പോയാൽ മതിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള 5 മാർക്കിൻ്റെ വന്നാലും ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അങ്ങനെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദെൻ വി ഹാവ് റീഡിങ്. അപ്പം ലിസണിങ് എന്താണ്, സ്പീക്കിംഗ് എന്താണ്, റീഡിങ് എന്താണ്, അതുപോലെ തന്നെ റൈറ്റിംഗ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കി പോയേക്കാം. ഓക്കെ, നൗ ഇനി വരാൻ പോകുന്ന ടോപ്പിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ് ഓഫ് റീഡിങ്. എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി റീഡിങ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 മാർക്കിനോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടോ വരാം. ആൽഫബറ്റിക്സ്, കോംപ്രഹെൻഷൻ, വൊക്കാബുലറി ആൻഡ് ഫ്ലുവൻസി. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദെൻ വി ഹാവ് റൈറ്റിംഗ് പ്രോസസ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ്, പബ്ലിഷിംഗ്. അത് പഠിച്ചു വെച്ചേക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കുറച്ച് സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ സബ് സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഡ്രാഫ്റ്റിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും, റിവൈസിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും, എഡിറ്റിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും, പബ്ലിഷിംഗ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
അതെന്തായാലും പഠിച്ചു വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റിംഗ് സെൻറ്റൻസസ് ആണ്. എന്താണ് നമ്മൾ പഠിച്ചിരുന്നു? 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്: ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇംപെരേറ്റീവ്. ഇത് എന്തൊക്കെയാണ് ഇതെന്ന് പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ, ഇംപെറേറ്റീവിൻ്റെ എക്സാമ്പിൾ, ഇൻട്രോഗേറ്റീവിൻ്റെ എക്സാമ്പിൾ, എക്സ്ക്ലമേറ്ററിയുടെ എക്സാമ്പിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്സ് ഓഫ് എ പാരഗ്രാഫ്, ഇറ്റ്സ് നോട്ട് എന്നാലൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. ടോപ്പിക് സെൻറ്റൻസ് എന്താണ്, സപ്പോർട്ടിംഗ് സെൻറ്റൻസ്, കൺക്ലൂഡിങ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ബൈലിംഗ്വലിസം എന്താണ്, കൾച്ചറൽ അവെയർനെസ് എന്താണ്, അത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയാവും. അതുപോലെ തന്നെ ഒരിക്കലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മറക്കാതിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഒരു കോൺവെർസേഷൻ തന്നിട്ട്, കണ്ടോ ഇതെന്ത് ടൈപ്പ് ഓഫ് കോൺവെർസേഷനാണ്, ഫോർമലാണോ ഇൻഫോർമലാണോ, അതെല്ലാം ചോദിച്ചേക്കാം. സോ ആ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് വായിച്ചിട്ട് റെഡി ആയിരിക്കുക. അതിനുശേഷം നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എല്ലാം ഇത് ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ട് മനസ്സിലാക്കിയേക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമ്മളുടെ കുറച്ച് ബാരിയേഴ്സ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ്, സോഷ്യൽ ബാരിയേഴ്സ്, ഇക്കണോമിക് ബാരിയേഴ്സ്. അതായത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ബാരിയേഴ്സ് അല്ല, കമ്മ്യൂണിക്കേഷനുള്ള ബാരിയർ അല്ല, തടസ്സങ്ങളല്ല, ഇംഗ്ലീഷ് പഠിക്കാനുള്ള തടസ്സങ്ങളാണ്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇറ്റ്സ് എ ലിറ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വായിച്ചു വിടുക. ഈ ഒരു ടോപ്പിക് എന്തായാലും നോക്കിയേക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ്, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് മെൻഷൻ ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെത്തി. റിസെപ്റ്റീവ് ഒരു പാസീവ് സ്കിൽസ് എന്താണ്, ഉള്ളിലേക്ക് നമ്മൾ ഗ്രഹിക്കുന്ന സ്കില്ലുകൾ. റീഡിങ്, ഇൻഫർമേഷൻ ഗ്രഹിക്കുന്നു. ലിസണിങ്, കേൾക്കുന്നത് ഗ്രഹിക്കുന്നു. അതാണ് അതിൽ ആദ്യത്തെ 2 ചാപ്റ്റർ ലിസണിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റെപ്സ് ടു ലിസണിങ്, ഇതാണ് ഈ ഒരു ഫസ്റ്റ് വി ഹിയർ, പിന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യും, പിന്നെ മനസ്സിലാക്കും, ഓർത്തെടുക്കും, റെസ്പോണ്ട് ചെയ്യും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്സ് ടു ലിസണിങ് അത് പഠിച്ചു വയ്ക്കുക. ഹിയറിങ്, എന്താണ് ഹിയറിങ്. ഫിൽട്ടർ, എന്താണ് ഫിൽട്ടറിങ്. എന്താണ് കോംപ്രഹെൻഡിങ്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. റിമെമ്പറിങ്, എന്താണ് റിമെമ്പറിങ്. റെസ്പോണ്ടിങ്, എന്താണ്, ഇതെല്ലാം പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസണിങ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്രീഷിയേറ്റീവ് ലിസണിങ്, കോംപ്രഹെൻസീവ് ലിസണിങ്, എംപത്തറ്റിക് ലിസണിങ്, ക്രിട്ടിക്കൽ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ലിസണിങ് ഓൾസോ. ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഇനാക്റ്റീവ്, പാസീവ് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറയാനുള്ള കാരണം 2-3 ചാപ്റ്റേഴ്സിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ സംസാരിക്കുന്നു, അവർ ഇൻഫർമേഷൻ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നു, അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് നോക്കിയേക്കുക. ചിലപ്പോൾ റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ലിസണിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, പാസീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേട്ട് വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുക, അതാണ് പാസീവ് ലിസണിങ്. അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക. ഇനി ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, നോൺ വെർബൽ ഫാക്ടേഴ്സ് എന്താണ്, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബോഡി പോസ്ചർ ശ്രദ്ധിക്കുക എന്നുള്ളത്. ആൻഡ് സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് കമ്മ്യൂണിക്കേഷൻ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഉണ്ട്. അസിങ്ക്രോണസ് ഇൻട്രാക്ഷൻസ് ആർ നോട്ട് ടൈം ബൗണ്ട് ആൻഡ് ദേ ക്യാൻ വർക്ക് ഫ്രം എനിവെയർ ആൻഡ് ആർ ആക്സസിബിൾ ടു ദി മെറ്റീരിയൽസ്. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അസിങ്ക്രോണസ്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, റെക്കോർഡഡ് വീഡിയോസ്, ടെക്സ്റ്റ് മെസ്സേജസ്, ഇമെയിൽസ്, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പം അസിങ്ക്രോണസ് എന്താണ്, സിങ്ക്രോണസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നല്ല വൃത്തിക്ക് പോയിൻ്റായിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കുക, എക്സാമ്പിൾസ് ആയിട്ടക്കം പഠിക്കുക. ഓക്കെ, ലിസണിങ് എറ്റിക്കറ്റ്സ് നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് പോലെ തന്നെയുള്ളതാണ്, ജസ്റ്റ് വായിച്ചു വിട്ടേക്കുക. അത് ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നന്നായി നമ്മൾക്ക് ഒരു ബേസിക് അറിവുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക, പാഠമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നൗ വി ഹാവ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഡിസ്കാൽക്കുലിയ അതെന്താണ്, ഡിസ്ഗ്രാഫി എന്താണ്, അതുപോലെ തന്നെ ഡിസ്ലെക്സി എന്താണ്, അതെല്ലാം പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് ബാരിയർ, ഫിസിക്കൽ ബാരിയർ, അത് നോക്കി വെച്ചേക്കുക. നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇക്കണോമിക് ബാരിയർ അത് സെയിം തിങ് ആണ്, അത് കുറച്ചും കൂടി നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, അത് എന്തായാലും നോക്കി വെച്ചേക്കുക. ഇനി ലേണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തായാലും വായിച്ച് വിട്ടേക്കുക. ബിക്കോസ് നിങ്ങൾക്കൊരു എസ്സേ എഴുതുമ്പം ഇപ്പം വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ.
ലേണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം. സോ നമുക്കത് പല ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനാണ്. ഇതൊക്കെ വായിച്ചേക്കുക, എന്തായാലും ചുമ്മാ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, വീണ്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കുക. ലിസ്ണിംഗ് സ്കിൽസ് ആൻഡ് മീഡിയ, ഇതിലെന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ ലിസ്ണിങ്ങും മീഡിയയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. ഇറ്റ്സ് വെരി ഈസി, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ എങ്ങനെയാണ് നമുക്ക് ലിസ്ണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. കുറച്ച് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? യൂട്യൂബ് ഉണ്ട്, TEDx ഉണ്ട്, NPTEL ഫുൾ ഫോം നോക്കുക, സബ് ടൈറ്റിൽഡ് വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ Vimeo ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോംസ് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. NPTELൻ്റെ ഫുൾ ഫോം നോക്കുക, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, അതെന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഓഡിയോ ഫയൽസ്, MP3 എന്താണ്, MPEG എന്താണ്, AAC, വോർബസ്, FLAC, OPUS, LDAC, ഇതെല്ലാം നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ റെഡി ടു റീഡ്, റീഡിങ്ങിലേക്ക് കടന്നു. ഇവിടെയും നമ്മുടെ റീഡിങ് സ്റ്റെപ്സ് കുറച്ചുണ്ട്. എന്താണ്? റീസൺസ് ഫോർ റീഡിങ്, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു കോംപ്രഹെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റനിൽ നോക്കിയപ്പം കണ്ടതാണ്. ഒരു കോംപ്രഹെൻഷൻ എഴുതാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഒരു പാസേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഇതുപോലെ എഴുതാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഈ ഒരു പാസേജും വായിച്ചേക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻസും വായിച്ചേക്കുക. ജസ്റ്റ് ഇൻ കേസ് ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുണ്ടല്ലോ, അതുകൊണ്ട്. ഓക്കെ, പിന്നെ സ്പീഡ് റീഡിംഗ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സ്കാനിങ്, എന്താണ് സ്കിമ്മിങ്? സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു സ്പെസിഫിക് ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ പേജ് ഫുള്ള് വിശദമായിട്ട് നോക്കുന്നതാണ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചു നോക്കുന്നതാണ് സ്കിമ്മിങ്. ആ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം ലെറ്റ് us discuss some of the reading techniques. ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, റെഫറൻസ് വേർഡ്സ് പഠിച്ചു വയ്ക്കുക, ഐഡൻറ്റിഫൈ മെയിൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫൈ ടെക്സ്റ്റ് സ്ട്രക്ചർ, വൊക്കാബുലറി, സൈൻ പോസ്റ്റ്സ്. ഇറ്റ്സ് നോട്ട്, ടു ബി ഫ്രാങ്ക്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് 2 മാർക്കിനോ 5 മാർക്കിനോ വരാം. സോ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ വി ഹാവ് 4th ചാപ്റ്റർ, പ്രിൻറ്റ് റീഡിംഗ് ആൻഡ് ഓൺലൈൻ മീഡിയ ആണ്. എന്താണ് പ്രിൻറ്റ് റീഡിംഗ്, എന്താണ് ഓൺലൈൻ മീഡിയ, ഹൈപ്പർ ടെക്സ്റ്റ്, ഹൈപ്പർ ലിങ്ക്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ റീഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്? ലാപ്ടോപ്പ് ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ആമസോൺ കിൻഡിൽ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഓൾസോ സം വെബ്സൈറ്റ്സ് യു ക്യാൻ യൂസ്. പോയട്രി ഫൗണ്ടേഷൻ ഉണ്ട്, JSTOR ഉണ്ട്, ക്ലാസിക് ലിറ്ററേച്ചർ ഉണ്ട്. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം. പോയട്രി ഫൗണ്ടേഷൻ എന്താണ്, JSTOR എന്താണ്, ക്ലാസിക് ലിറ്ററേച്ചർ എന്താണ്, ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്താണെന്ന് വായിച്ചു വെച്ചേക്കുക. ബിക്കോസ് ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഫ്രം വെയർ വി ക്യാൻ ആക്സസ് ബുക്സ്, ജേർണൽസ് ആൻഡ് എസ്സേസ്. വാട്ട് ഈസ് ദിസ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട്സ് ദ നെയിം ഓഫ് ദ ഡിജിറ്റൽ ലൈബ്രറി എന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കാം. സോ JSTOR അങ്ങനെ നോക്കി വെച്ചേക്കുക. ഓക്കെ, ആൻഡ് ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് ഞാൻ കണ്ടതാണ് ആ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൽ. ലിങ്ക് എന്താണ്, ഹൈപ്പർ ലിങ്ക് എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവോ 2 മാർക്കായിട്ടോ വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ബ്ലോക്ക് 3 പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ്. ഇപ്പോൾ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. 3 ടൈപ്സ് ഓഫ് സ്പീച്ചസ് ഉണ്ട് അല്ലെ, ഒക്കേഷൻ പ്രകാരം. സ്പീച്ചസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. എങ്ങനെയാണ്? ഡെലിവറി പ്രകാരമുണ്ട്, പർപ്പസ് ബേസ്ഡ് ഉണ്ട്, ഒക്കേഷൻ ബേസ്ഡ് ഉണ്ട്. അത് 3ഉം എന്തൊക്കെ തരത്തിലുള്ള സ്പീച്ചുകളാണെന്ന് നോക്കി വയ്ക്കുക. ആൻഡ് ഡെലിവറി അനുസരിച്ച്, അതായത് പറയുന്ന സ്റ്റൈൽ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇംപ്രോംപ്റ്റു, എക്സ്റ്റംപ്രോണിയസ്, മാനുസ്ക്രിപ്റ്റ്, മെമ്മറൈസ്ഡ്. ഇതെല്ലാം എന്താണെന്ന് ഇവിടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പഠിച്ചു വെച്ചേക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു പർപ്പസ്, പെർസ്വേസീവ് സ്പീച്ച്, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ, ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ടോസ്റ്റ്, ടു റോസ്റ്റ്, അക്സെപ്റ്റൻസ്, ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇത് രണ്ടും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു ഡെലിവറി ആൻഡ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു പർപ്പസ്.
ചിലപ്പം 5 മാർക്കിനായിട്ടോ അല്ലെങ്കിൽ ഈവൻ എസ്സേ ആയിട്ടും വന്നേക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു ഡെലിവറി, ഒക്കേഷൻ ആൻഡ് പർപ്പസ് പഠിച്ചു വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മിസ് ചെയ്യരുത്, പഠിക്കണം. ഓക്കെ. അതിനുശേഷം വരുന്നത് സ്പീക്കിംഗ് ടു ദ മിറർ. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആക്കാൻ പറ്റുക, സ്പീക്കിംഗ് സ്കിൽസ് ബെറ്റർ ആക്കാൻ പറ്റുക. അവിടെ സ്പീക്കിംഗ് എങ്ങനെയാണ്, മിറർ സ്പീക്കിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹോസ്റ്റൈൽ ഓഡിയൻസ് ഉണ്ട്, ക്രിട്ടിക്കൽ ഓഡിയൻസ് ഉണ്ട്, സിമ്പത്തറ്റിക്, അൺഇൻഫോംഡ്, ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചേക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്. ഓക്കെ. അതിനുശേഷം ഓവർകമ്മിങ് ഇൻഹിബിഷൻസ് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഇടാവുന്നതേ ഉള്ളൂ ആ ഒരു ടോപ്പിക്ക്. ആൻഡ് വി ഹാവ് ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ്. എങ്ങനെയാണ് ഓഡിയോ ചാറ്റുകൾ അല്ലെങ്കിൽ ഓഡിയോ ലിസ്ണിംഗ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് സ്പീക്കിംഗ് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഇസ് വെരി സിമ്പിൾ. കുറച്ച് പ്ലാറ്റ്ഫോംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ബെറ്റർ പ്രൊനൗൺസിയേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ബട്ട് നമുക്ക് ഫ്രം ദ ബിഗിനിങ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ നോക്കാം. Faster mode, reaches several people. That's is important. Advantages of audio communication, disadvantages of audio communication question വരാം, അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. പിന്നെ റിപ്പീറ്റ് യുവർ പോയിൻറ്റ്സ്. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഹൗ ടു മേക്ക് എഫക്റ്റീവ് ഓഡിയോ കോൺവെർസേഷൻസ്. അത് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതിയാവും. നിങ്ങൾക്കത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് ഒന്നും വായിക്കേണ്ട. ഇഫ് യു ആർ ഇൻ എ ഹറി, ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റിൻ്റെ എല്ലാ മെറ്റീരിയലും നോക്കുക. പക്ഷേ ഒരു തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഡയഗ്രാം നോക്കുക. അത് നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും. പ്രാക്ടീസ് ഓഫ് സെൽഫ് റെക്കോർഡിങ്. എങ്ങനെയാണ് സെൽഫ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ല് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. സ്പീഡ് നോക്കുക, എങ്ങനെയാണ് ഓ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ വേർഡ്സ് എന്തൊക്കെ വോക്കാബുലറിയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ വെറും ലൈക്ക് യു ക്യാൻ യൂസ് യുവർ കോമൺ സെൻസ് ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ബേസിക്കലി. സോ അതെല്ലാം ശ്രദ്ധിച്ച് വായിച്ച് വിട്ടേക്കുക. പക്ഷെ എന്തായാലും പഠിക്കേണ്ടത് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കുറച്ച് റിസോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് വീഡിയോ ലെസൺസ് കൊടുത്തിട്ടുണ്ട്, ഓഡിയോ ലെസൺസ് ആൻഡ് പോഡ്കാസ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് വിട്ടേക്കുക. കുറച്ച് റിസോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാലും മതിയാവും. വല്ല ചാനൽ നെയിമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം എന്നേ ഉള്ളൂ. ആൻഡ് നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തായാലും വായിച്ചിരിക്കുക. നെക്സ്റ്റ് വി ഹാവ് ദ റിട്ടൺ വേർഡ്. റൈറ്റിങ്ങിലേക്ക് കടന്നു. റിട്ടൺ വേർഡിൽ റൈറ്റിംഗ് പ്രോസസ്സ് നമ്മൾ മുന്നത്തെ ഒരു ചാപ്റ്ററിൽ വളരെ ബ്രീഫായിട്ട് നോക്കിയിരുന്നു. അതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 2 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ മുന്നത്തെ വേർഷനിലുള്ള സ്റ്റെപ്സും ഓരോ സ്റ്റെപ്പ് എഴുതുക, 2-3 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ദാറ്റ് വിൽ ബി ഇനഫ്. പക്ഷേ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഒരു ആൻസർ ആയിരിക്കണം എഴുതേണ്ടത്. ഇത് അച്ചട്ടായിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ വാക്കുകളിൽ എഴുതിയാലും മതി, ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ. റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചേക്കുക. റൈറ്റിംഗ് പ്രോസസ്സ് അത് എസ്സേ ആയിട്ട് വന്നതാണ് ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, റൈറ്റിംഗ് പ്രോസസ്സ് എന്താണ്, സ്റ്റെപ്സ് ടു റൈറ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റെപ്സ് ടു റീഡിംഗ് ആൻഡ് സ്റ്റെപ്സ് ടു ലിസ്ണിംഗ് ഓൾസോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. And then we have the well written sentence, not that important actually. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാലുള്ളത് മതിയാവും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്വസ്റ്റ്യൻസിൽ ആക്ച്വലി ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഒട്ടും ക്വസ്റ്റ്യൻസ് കണ്ടില്ല. പിന്നെ ഉള്ളത് ഡിക്ഷൻ ആണ്. ഫോർമൽ ഡിക്ഷൻ ആൻഡ് ഇൻഫോർമൽ ഡിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ. അത് എന്താണ് ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർമൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കോംപ്ലെക്സ് വോക്കാബുലറിയാണ്. ഇൻഫോർമൽ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലും ഫ്രണ്ട്സായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫോർമൽ വോക്കാബുലറിയാണ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. ആൻഡ് ദെൻ എങ്ങനെയാണ് റൈറ്റിംഗ് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ള കുറച്ച് സ്റ്റെപ്സാണ്, വായിച്ചാൽ മതിയാകും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. കൊളോക്കേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. കുറച്ച് എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക കൊളോക്കേഷൻസിൻ്റെ. ആസ്ക് എ ഫേവർ, മേക്ക് എ ലിസ്റ്റ്, പേ എ വിസിറ്റ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ. പങ്ക്ച്വേഷൻ, എന്തൊക്കെയാണ് പങ്ക്ച്വേഷൻ മാർക്സ്, ഫുൾ സ്റ്റോപ്സ് ഓർ പീരിയഡ്സ്, കോമ, ഹൈഫൻ, ക്വസ്റ്റ്യൻ, എക്സ്ക്ലമേഷൻ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. പാരന്തസിസ്, ബ്രാക്കറ്റ്സ് എക്സെട്ര, അതും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. കോളൻ എന്തിനാണ്, സെമി കോളൻ എന്തിനാണ്, എലിപ്സിസ് എന്താണ്, എല്ലാ പങ്ക്ച്വേഷൻ മാർക്സ് എന്താണ്, അത് എങ്ങനെയാണ് കാണാൻ എന്നുള്ളതും അതിൻ്റെ ഓരോ സൈനും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ. സോ വിത്ത് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ് അവർ റൈറ്റിംഗ് തേർഡ് റൈറ്റിംഗ്. ഇനി കൺവെൻഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ റൈറ്റിംഗ്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഹൗ ടു റൈറ്റ് ക്രിയേറ്റീവ്ലി, വി ഹാവ് ദിസ് നോളജ്, കൺസിഡറേഷൻ, ഡിസിഷൻ,
ഓൺലൈൻ ടൂൾസ് ടു ഹെൽപ്പ്, ഗ്രാമർലി, ഹെമിംഗ്വേ ആപ്പ്, സെൻ പെൻ. ഇതൊന്നും ഇത്രയൊന്നും പഠിക്കണ്ട. ഇതെന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഈ ആപ്സിൻ്റെ പേരെന്തൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഓൾസോ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗ്രാമർലിയിൽ എന്താണ് നടക്കുന്നത്, ഹെമിംഗ്വേ ആപ്പിൽ എന്താണ് നടക്കുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. സോഷ്യൽ മീഡിയയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ, ലൈക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്, ബുക്ക് മാർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ ന്യൂസ് ഉണ്ട്, മീഡിയ ഷെയറിങ്, മൈക്രോ ബ്ലോഗിങ്, ട്വിറ്റർ. അപ്പം എല്ലാ ലൈക്ക് ഡിഫറെൻറ്റ് ഫോംസ് നോക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുള്ളതും നോക്കിയേക്കുക. ബ്ലോഗ് കമൻറ്റ്സ്, ഫോറംസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യരുത്. ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹിയർ ആർ എ ഫ്യൂ തിങ്സ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് വൈൽ റൈറ്റിംഗ് സോഷ്യൽ മീഡിയ മെസ്സേജസ്, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കണം, ബ്രീഫ് ആക്കാൻ ശ്രമിക്കുക. എൻഗേജ്മെൻറ്റ്, അതായത് ഒരു ഓഡിയൻസ് അത് വായിക്കുമ്പോൾ നല്ല എൻഗേജ്ഡ് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻ്റ് ആവുക, സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ എഴുതുന്നത് അത് എഴുതി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഗെറ്റ് ഓൺ ബോർഡ് വിത്ത് ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, അത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ പോയിൻറ്റ്സ്, ആ ടൈറ്റിൽ മാത്രം നോക്കി വെച്ചേക്കുക. അവോയ്ഡ് പ്ലേജിയറിസം, കോപ്പി അടിക്കുന്നത് ഒഴിവാക്കുക. യൂസ് റെഫറൻസസ് എറ്റ്സെട്ര. ദാറ്റ്സ് ഈസി. എഡിറ്റ് thoroughly. അതൊക്കെ ഒന്ന് സ്റ്റെപ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. സോ അത്രയേ ഉള്ളൂ. ആൻഡ് വിത്ത് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ് ബ്ലോക്ക് നമ്പർ 3. അതിനുശേഷം ബ്ലോക്ക് 4 കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ആദ്യം തന്നെ ഒറിജിൻസ് ഓഫ് ടെക്നോളജി, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് എവല്യൂഷൻ ഓഫ് പ്രിൻറ്റിംഗ് ചോദിക്കാവുന്നതാണ്. എവിടെ നിന്നാണ് പ്രിൻറ്റിംഗ് വന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് ലാംഗ്വേജ് ഉത്ഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം വായിക്കണം എന്ന് ഞാൻ പറയില്ല. ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് എ ബിറ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ടഫാണ് അത് മനസ്സിലാക്കാനായിട്ട്. സോ ഞാനിത് നോക്കണമെന്ന് നിർബന്ധം പറയില്ല. എസ്പെഷ്യലി വാവൽ ഷിഫ്റ്റ്സ് ഒക്കെയാണ് പറയുന്നത്. അതിനേക്കാളും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യം ഹിസ്റ്ററി ഓഫ് പ്രിൻ്റ് ആൻഡ് പബ്ലിക്കേഷനാണ്. എവിടെയാണ് പ്രിൻറ്റിങ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്, ചൈനയിലാണ്. പിന്നെ അവിടെ നിന്ന് എങ്ങനെ യൂറോപ്പിലേക്ക് എത്തി, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി, അതെല്ലാം നോക്കി വെച്ചേക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രിൻറ്റിങ്, ഇവല്യൂഷൻ ഓഫ് പ്രിൻറ്റിങ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്. അതിനുശേഷം 2 ടൈപ്സ് ഓഫ് പ്രിൻറ്റിംഗ്, ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്തൊക്കെയാണ് പഠിച്ചു വയ്ക്കുക. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈനായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നതാണ്. ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലി പ്രിൻറ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ഡിജിറ്റലി പ്രിൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ഡിജിറ്റൽ പ്രിൻറ്റിംഗ്, വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ്, കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീ പ്രസ്, പ്രിൻറ്റിംഗ്, ഇങ്ക് ആൻഡ് ഫൗണ്ടൻ, ഫിനിഷിംഗ്, സ്പീഡ്, കോസ്റ്റ്, ബ്ല 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 എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, സ്പീഡ് ഉണ്ട്, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട്, കസ്റ്റമൈസേഷൻ, ക്വാളിറ്റി, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആൻഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ്. ക്വസ്റ്റ്യൻ ക്യാൻ കം. ഓക്കെ, എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ ആൻഡ് ഓഫ്സെറ്റ് എന്ന് ചോദിച്ചാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫറൻസസും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും നല്ലത് നമുക്ക് ഇത് നോക്കുന്നത് തന്നെയാണ്, ഈ ഒരു പോർഷൻ നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അതിനുശേഷം എന്താണ് വരുന്നത്, ബുക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റിങ്, ഡിജിറ്റൽ റീഡിംഗ് ആണല്ലോ. സോ ബുക്സ് വരുന്നുണ്ട്. എന്താണ് ഒരു ബുക്ക്, വാട്ട് ഈസ് ആൻ ബുക്ക് പ്ലാറ്റ്ഫോം. ഇപ്പോൾ ആമസോൺ കിൻഡലിൻ്റെ കാര്യം പറയാം. അതൊക്കെ പബ്ലിഷിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക, കോണ്ടൻറ് ക്രിയേഷൻ, ഡിജിറ്റൽ കൺവേർഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നോക്കി വെച്ചേക്കുക. ആൻഡ് ബുക്കിൻ്റെ അല്ലെങ്കിൽ പബ്ലിഷിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. സോ ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട 4 കാര്യങ്ങളുള്ളൂ. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്താണ്, ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്താണ്. ഓക്കെ, അതിനുശേഷം ബുക്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ നോക്കി വയ്ക്കുക. പബ്ലിഷിങ്ങിൻ്റെ പ്രോസസ്സ്, സ്റ്റെപ്സ് ടു പബ്ലിഷിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിഷിംഗ് ഓൾസോ. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ലാംഗ്വേജ് ലേണിംഗ് ആപ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവലിംഗോ, റുസെറ്റ, ബാബിൾ, അതെന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക, പേരുകൾ പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് ഓൾ. ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി 1-2 ലൈൻ നോക്കി വെച്ചിരിക്കാം. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല. നെക്സ്റ്റ് വി ഹാവ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, എങ്ങനെയാണ് എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്, എങ്ങനെയാണ്
ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈക്ക് അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു. ആദ്യം പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായി, പിന്നെ മൊബൈൽ ഡിവൈസസ് ഉണ്ടായി, പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടായി, സോഷ്യൽ മീഡിയ ഉണ്ടായി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടായി, AI ഉണ്ടായി. അത് ആ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ജസ്റ്റ് വായിച്ചേക്കുക, നിങ്ങൾക്കതൊരു ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇമോട്ടിക്കോൺസ് എന്താണ്, ഇമോജീസ് എന്താണ്, അതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ആബ്രിവിയേഷൻസ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇപ്പോൾ വന്നാലും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ലോൽ എന്താണ്, BRB എന്താണ്, OMG എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുണ്ട്, 1 or 2 മാക്സിമം, അതിൽ കൂടുതലൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ ICT എന്താണ്, ICT എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പം ICTയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ICT ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് നോക്കി വെച്ചേക്കുക, ജസ്റ്റ് വായിച്ചാൽ മതിയാവും. ടെക്നിക്കൽ ടേംസ് കോമൺലി യൂസ്ഡ് ഇൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആൽഗറിതം നോക്കി വയ്ക്കുക, എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എന്താണ് സൈബർ സെക്യൂരിറ്റി, എൻക്രിപ്ഷൻ, ഫയർ വാൾ, HTML, ജാവാസ്ക്രിപ്റ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവർ, വെർച്വൽ റിയാലിറ്റി, ഇതെല്ലാം എന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടേ വരുള്ളൂ മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, ഇനി ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ജസ്റ്റ് വായിച്ചാൽ മതിയോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. സെർച്ച് ടൂൾസ് ആൻഡ് ടെക്നോളജീസ്, എന്താണ് സെർച്ച് ടൂൾ, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ സെർച്ച് എൻജിൻ എന്താണ്, സെർച്ച് ടൂൾസ് എന്താണ് എന്നുള്ളത്. സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് എന്താണ്, വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ എല്ലാ ടെക്നിക്കൽ ടേംസിൻ്റെയും ലൈക്ക് PDF, JPEG, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക നിർബന്ധമാണ്. ഓക്കെ, സോ വി ഹാവ് JPEG, PDF, MP3, MP4, വേവ്, WAV, അതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ചാപ്റ്റർ 3 ഇതിലാണ് സൈബർ ക്രൈംസ് വരുന്നത് അല്ലേ. ലെറ്റ് മീ സീ. ഇൻറ്ററാക്ടിവിറ്റി, communities are usually hosted on unique and special among us. Authenticity of new media, your and your, no, cyber law, ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ ലോസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, വളരെ തിരക്കിലാണെങ്കിൽ സൈബർ ലോസ് തൊട്ട് നോക്കി തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചോളൂ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫീച്ചറും കൂടി വായിച്ചോളൂ. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പീപ്പിൾ വൈ ഡു ദേ പ്രിഫർ സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ ഇൻറ്ററാക്ടിവിറ്റി, അതായത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നു. കൺവേർജൻസ്, അതായത് നമുക്ക് ഒരു ഡിവൈസ് കൊണ്ട് പലതും യൂസ് ചെയ്യാം, അതായത് പാട്ട് കേൾക്കാം, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ആക്സസിബിലിറ്റി, വളരെ ആക്സസിബിളാണ്, നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാം. ഓഡിയൻസ് പവർ, ഇപ്പോൾ ആളുകൾക്ക് ഒരു സാധനം ഇഷ്ടമായില്ലെങ്കിൽ ദേ ക്യാൻ ചൂസ് നോട്ട് ടു വാച്ച് ഇറ്റ്. ഇപ്പോൾ TV എന്ന് പറഞ്ഞ പണ്ടത്തെ കാലത്ത് പരസ്യം വെച്ചാൽ നമ്മൾ പരസ്യം കണ്ടുകൊണ്ടേ ഇരിക്കണം അല്ലേ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് യൂട്യൂബിലൊരു പരസ്യം വെച്ചാൽ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. സോ ദ ഓഡിയൻസ് ഹാസ് ദാറ്റ് പവർ. അപ്പോൾ അത് 4 ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ നേരെ പോകേണ്ടത് സൈബർ ലോയിലേക്കാണ്. എന്താണ് സൈബർ ലോ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സൈബർ ലോ. സൈബർ ലോ എന്ന് പറയുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഉണ്ട് സൈബർ ക്രൈംസിൻ്റെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? ക്രൈംസ് അഗൻസ്റ്റ് പീപ്പിൾ, ക്രൈംസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈംസ് അഗൻസ്റ്റ് ഗവൺമെൻറ്. ഇത് essay ആയിട്ടാണ് ചോദിച്ചത് കഴിഞ്ഞ. അഗൈൻ ഞാൻ പറയുന്നു, പാറ്റേൺ വ്യത്യാസം ഉണ്ടായിരുന്നു, ബട്ട് essay ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തായാലും 2 മാർക്കിനോ 5 മാർക്കിനോ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കുക. എന്താണ് സൈബർ ലോ? 3 മെയിൻ കാറ്റഗറീസ് ഇവിടെ നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രൈംസ് അഗൻസ്റ്റ് പീപ്പിൾ, ക്രൈംസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈംസ് അഗൻസ്റ്റ് ഗവൺമെൻറ്. പഠിച്ചു വയ്ക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനുശേഷം ഇവിടെ കുറച്ച് സെക്ഷൻസ് ഒഫൻസസും കൊടുത്തിട്ടുണ്ട്. ഐ നോ ഇറ്റ് ഈസ് എ ബിറ്റ് ടഫ്, ബിക്കോസ് ഇതെല്ലാം കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ബട്ട് കുറച്ച് സെക്ഷൻസ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം, അതിൻ്റെ ഒരു പേരും 65, 66A. അപ്പോൾ നിങ്ങൾക്ക് എഴുതുമ്പം അത് എക്സാമ്പിളായിട്ട് കൊടുക്കാമല്ലോ, അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് സൈബർ ടേംസ് പഠിച്ചു വെച്ചേക്കുക. ലൈക്ക് ഇമെയിൽ സ്പൂഫിംഗ് എന്താണ്, ഫിഷിംഗ് എന്താണ്, സൈബർ സ്റ്റോക്കിംഗ്. 2 മാർക്കിനോ 1 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് ഇതിൽ നിന്ന്. ഓക്കെ, സ്പാമിങ് എന്താണ്, സോഫ്റ്റ്വെയർ പൈറസി എന്താണ്, അതെല്ലാം നോക്കി വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. ആൻഡ് ഓൾസോ ന്യൂ മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ആ റീക്യാപ്പിലുണ്ട്. ഓൾസോ അത് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലുണ്ട്. നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ്ലി എല്ലാ നമ്മളുടെ സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഫൈനൽ ചാപ്റ്ററാണ്, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സോഷ്യൽ മീഡിയ. വെരി ഈസി ചാപ്റ്റർ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ഇതിലുള്ളത്. സോ
സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക, കൺസിസ്റ്റൻ്റ് ആവുക. നേരത്തെ പറഞ്ഞ സെയിം മെറ്റീരിയൽസ് തന്നെയാണ്, ജസ്റ്റ് റീറൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്, ആഡ് വാല്യൂ ടു ദ കോൺവെർസേഷൻ, ഒത്തൻറ്റിക് ആവുക, മൾട്ടിമീഡിയ ലൈക്ക് വീഡിയോസ് യൂസ് ചെയ്യുക, പാട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുക, സംസാരിക്കുക, അതെല്ലാമാണ്. ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ട മര്യാദ എന്താണ്, സോഷ്യൽ മീഡിയ പ്രാക്ടീസസ്, അത് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ടൂൾസ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് ആണ്. എന്തൊക്കെ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകാം ഇലക്ട്രോണിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ? നിങ്ങളുടെ കണ്ണിന് ഡാമേജ് വരാം, നിങ്ങളുടെ ബ്രെയിനിന് ഡാമേജ് വരാം, മെൻറ്റൽ ഹെൽത്ത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എസ് എ ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ്. ഓക്കെ, ഇലക്ട്രോണിക് ടൂൾസിൻ്റെ ഹെൽത്ത് ഹസാർഡ്സും ഫിസിക്കൽ ഹെൽത്ത് ഹസാർഡ്സും മെൻറ്റൽ ഹെൽത്ത് ഹസാർഡ്സും. ഇവിടെ ഇത്രയും വലിയ 2 പേജായിട്ട് നിവർന്നിരിക്കുന്നത്. ദാറ്റ് വാസ് എൻ എസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്തായാലും പഠിച്ചേക്കുക. 5 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് എന്തായാലും ഡെഫിനറ്റ്ലി വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് മെൻറ്റൽ ഹെൽത്ത് ഹസാർഡ്സ്, എന്തൊക്കെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഹസാർഡ്സ് എന്നുള്ളത്. അത്രയേ ഉള്ളൂ. സോ വിത്ത് ദാറ്റ് വി ഹാവ് ഫിനിഷ്ഡ്. ഐ തിങ്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടി ഒരു റീക്യാപ്പായിട്ട് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബ്ലോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ലെറ്റ് മീ ഗോ ടു ദി ബിഗിനിങ്. ഓക്കെ, ഫസ്റ്റത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കുക. സ്റ്റെപ്സ് ടു റീഡിങ് നോക്കുക, സ്റ്റെപ്സ് ടു റൈറ്റിംഗ്, സ്റ്റെപ്സ് ടു പബ്ലിഷിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റെപ്സ് ടു ലിസണിങ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 2 ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. ഐ മീൻ ഈ ഒരു ബ്ലോക്കിൽ 2 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിരിക്കുക നിർബന്ധമായിട്ടും. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസിൽ ലേണിംഗ് ടു ലിസൺ, എന്തായാലും സ്റ്റെപ്സ് ടു ലിസണിങ് ഉണ്ട്, അതിൽ പഠിച്ചു വയ്ക്കുക. ലിസണിങ് സ്കിൽസ് ആൻഡ് മീഡിയ, അതിൽ റിസോഴ്സസ്, ഓൺലൈൻ റിസോഴ്സസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പഠിക്കുക. റെഡി ടു റീഡിൽ സ്റ്റെപ്സ് ടു റീഡിംഗ് ഉണ്ട്, നിർബന്ധമായിട്ടും പഠിക്കുക. വീണ്ടും പ്രിൻറ്റ് റീഡിംഗ്, ഓൺലൈൻ റീഡിംഗ് റിസോഴ്സസ് ഉണ്ട്, നോക്കി വയ്ക്കുക. പ്രൊഡക്റ്റീവിൽ സ്റ്റെപ്സ് ടു സ്പീക്കിംഗ് ഉണ്ട്, നിർബന്ധമായിട്ടും പഠിക്കുക. ഓഡിയോ ചാറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. സ്റ്റെപ്സ് ടു റൈറ്റിംഗ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അത് പഠിക്കുക. അഗൈൻ കൺവെൻഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ, എങ്ങനെയാണ് എഴുതുക, കൺസിസ്റ്റൻ്റ് ആവുക, നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അങ്ങനത്തെ സാധനങ്ങൾ അത് നോക്കി വയ്ക്കുക. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് ഇസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. അതിൽ എസ്പെഷ്യലി നമ്മളുടെ 3rd യൂണിറ്റ് ആയിട്ടുള്ള ഒത്തൻറ്റിസിറ്റി, ലിംഗ്വിസ്റ്റിക് എറേഴ്സ്, ലോസ് ആൻഡ് മിസ്യൂസ് ഇൻ സോഷ്യൽ മീഡിയ, സൈബർ ലോസ് and health hazards, physical and mental health hazards, very important. Evolution of printing, offsets printing, digital printing, e-book printing, അതെല്ലാം നോക്കി വയ്ക്കുക. ഇനി ഒന്നുകൂടി ഞാനൊന്ന് കണ്ടൻസ് ചെയ്ത് പറയുകയാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, 2 ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ്, 2 ടൈപ്സ് ഓഫ് സ്കിൽസ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെർബൽ ആൻഡ് നോൺ വെർബൽ, അത്തരത്തിലുള്ള 2 കാറ്റഗറി ആയിട്ട് ചോദിക്കുന്നതെല്ലാം എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ബിക്കോസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതുതന്നെയാണ് നമുക്ക് ഷോർട്ടിൽ പറയാനുള്ളത് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള ടോപ്പിക്സ്, ഒന്നുകൂടി നോക്കുക. ഇപ്പം ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യാതിരിക്കുക, എന്തായാലും പഠിച്ചേക്കുക. എല്ലാ ആബ്രിവേഷൻസും PDF എന്താണ്, JPG, വേവ്, MP3 എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. NPTEL, ഹൈപ്പർ ലിങ്ക്, ഹൈപ്പർ ടെക്സ്റ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതേ ഉള്ളൂ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഐ ഹോപ്പ് യു സ്റ്റഡി വെൽ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. So that's it guys. I'll see you in the next class. Bye.